മോളുടെ ശത്രുവാണ് ശ്യാമ എന്നൊക്കെ അങ്കിൾ അറിഞ്ഞു. മോള് പേടിക്കണ്ട. എന്ത് കാര്യത്തിന് മോളുടെ കൂടെ ഈ അങ്കിള് പാറ പോലെ ഉറച്ചു നിൽക്കും. വേണ്ടെങ്കില് വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് പേടിയാവുക. മിണ്ടായിരിക്കണേടാ. ഇനി നീ വാ തുറന്ന ചവിട്ടി കൂട്ടും തന്നെ ഞാൻ. അവിടുന്ന് ഒരാളെ കൈ കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ നീയായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് കേറി. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നീ പോയാ മതി. അങ്കിൾ പ്ലീസ്, ഞാൻ അങ്കിളുടെ കാല് പിടിക്കാം. കാല് പിടിക്കേണ്ടത് നീയല്ല. ആ അഖിലും ശ്യാമയുവാ. അവര് വരട്ടെ, വന്നെന്റെ കാല് പിടിക്കട്ടെ. എന്നിട്ട് ഞാൻ നിന്നെ വിട്ടയക്കാം. എന്റെ കുടുംബത്തിനോട് കാണിച്ചതിനൊക്കെ ഞാൻ പകരം വീട്ടും. കിട്ടുന്ന ഓരോ അവസരത്തിലും ഞാൻ പകരം വീട്ടും. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. അധികം വൈകാതെ പോലീസ് ആനന്ദ നിലയത്തിലെത്തും. നിന്റെ ശത്രുവിനെ, ആ ശ്യാമയെ അറസ്റ്റ് ചെയ്തോണ്ടങ്ങ് പോകും. എന്തായാലും നീ കാരണം എനിക്കും എല്ലാം ഗുണമായിട്ട് തന്നെ വന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കാം മോളെ. ആ കൈ വെറുതെ ഓടിച്ച് കളയണ്ട. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല, അത് ഉറപ്പാ. ഇവനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. ശരി സാർ. സാറേ, ഞാനല്ല സാറേ. ഉണ്ടായിരടാ. ഹലോ, എന്തായി കാര്യങ്ങള്? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമതായിട്ട് എന്താണെന്ന് വെച്ചാ അഖിലിന്റെയും ശ്യാമയുടെയും കല്യാണം മുടങ്ങി. ഗ്രേറ്റ്. അതെങ്ങനെ സംഭവിച്ചു? ഐശ്വര്യ ഇടപെട്ടോ? എന്താ നടന്നേ? അവിടുത്തെ അമൃതയുണ്ടല്ലോ, അമൃതയെ കാണുവാനില്ല. ശ്യാമയും അഖിലുമൊക്കെ അമൃതയെ അന്വേഷിച്ച് നടക്കുക. അമൃത എവിടെ പോയി? അമൃത വേറെ ഒരിടത്തും പോയിട്ടില്ല, എന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്. സത്യമാണോ? കല്യാണം പൊളിക്കാൻ വേണ്ടിയിട്ടാ അവള് വീട് വിട്ട് ഇറങ്ങിയത്. വന്ന് ചാടിയത് എന്റെ ആൾക്കാരുടെ മുന്നിലും. അവളിപ്പോ എന്റെ കസ്റ്റഡിയിലാ. ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. എന്താ? അമൃതയെ കാണാതായതിന് പിന്നിൽ ശ്യാമയാണ്. എന്താ മനസ്സിലായില്ല? ഒരു പോലീസുകാരൻ ഇത് മനസ്സിലായില്ല എന്ന് പറയുന്നത്, എന്റെ സാറേ, നമ്മൾ അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരുന്നു. ഓ, അതൊരു നല്ല പോയിന്റ്. പക്ഷേ ആ വീട്ടിൽ നിന്നൊരു പരാതിയായിട്ട് വരണ്ടേ? പരാതിയൊക്കെ വരും, ഉടനെ തന്നെ വരും. ഐശ്വര്യ അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ജയേഷിനെ വിളിക്കും. ഒഫീഷ്യലായിട്ട് പരാതിപ്പെടുകയും ചെയ്യും. ശ്യാമയും അമൃതയും ശത്രുതയിലായിരുന്നു എന്നും അമൃതയെ കാണാതായതിനു പിന്നിൽ ശ്യാമയാണെന്ന് സംശയമുണ്ടെന്നും പറയും. എങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറ. പരാതി കിട്ടിയാൽ അടുത്ത നിമിഷം അവളെ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവരും, അകത്താക്കും. ഓക്കെ. അപ്പോ സാറിന് ഐശ്വര്യയുടെ കോൾ ഉടനെ വരും. കാര്യങ്ങള് ആദ്യമായിട്ട് അറിയുന്ന രീതിയിൽ മാത്രമേ അവളോട് സംസാരിക്കാവൂ. അതൊക്കെ എനിക്കറിയാം, എന്നെ പഠിപ്പിക്കണ്ട. അവളോട് എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാൻ പറ. ഓക്കെ, ശരി. ജയേഷ് കാത്തിരുന്നോളൂ. ഹലോ. ഹലോ, SI ജയേഷ് സാർ അല്ലേ? അതെ, ആരാ സംസാരിക്കുന്നത്? സർ, എന്റെ പേര് ഐശ്വര്യ. വർമ്മ സ്പൈസസ് ഉടമ ആനന്ദവർമ്മയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ആ, പറഞ്ഞോളൂ. സർ, ഇവിടെ ഒരാളിനെ കാണാനില്ല. കാണാനില്ലേ? ആരെ കാണാനില്ല? ആനന്ദവർമ്മയുടെ മൂത്ത മരുമകള് അമൃത. ഇന്ന് രാവിലെ തൊട്ട് കാണാനില്ല. സർ, എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണം നടത്തി കണ്ടുപിടിക്കണം.
ഇന്നിവിടെ ഒരു വിവാഹ ചടങ്ങ് നടക്കേണ്ടതായിരുന്നു. ആ വിവാഹ ചടങ്ങൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. സാറ് വേഗം തന്നെ ഒരു അന്വേഷണം നടത്തണം. കാണാതായതിന്റെ പിന്നില് എന്തെങ്കിലും ക്രിമിനൽ പ്രവൃത്തി ഉണ്ടോന്ന് അന്വേഷിക്കണം. ഓക്കെ ഓക്കെ, ഞാൻ ഉടനെ വരാം. ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി പോലീസ് സ്റ്റേഷന്റെ മെയിൽ ഐഡിയിലോട്ടൊന്ന് സെൻഡ് ചെയ്യൂ. ഞാൻ ഉടനെ എത്തിക്കോളാം. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. അമ്മേ, ഞാൻ എന്തായാലും പോലീസിൽ കാര്യങ്ങൾ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. പോലീസിനെ അറിയിച്ചെന്നോ? ആ, അതവരോടൊക്കെ ചോദിച്ചിട്ട് മതിയായിരുന്നല്ലോ മോളെ. അമ്മേ, അവരൊക്കെ അന്വേഷിച്ചിട്ട് എന്തായി? ആളെ കിട്ടിയില്ലല്ലോ. സത്യം പറഞ്ഞ ആദ്യം തന്നെ പോലീസിൽ അറിയിക്കേണ്ടതായിരുന്നു. ശരിയാ, പക്ഷേ ആദ്യോടെങ്കിലും പറഞ്ഞിട്ട് മതിയായിരുന്നു. അത് ശരി, നമുക്കെല്ലാവർക്കും വേണ്ടി ഐശ്വര്യമോളൊരു നല്ല കാര്യം ചെയ്തു, എന്നിട്ടിപ്പോ കുറ്റപ്പെടുത്തുകയാണോ? എന്റെ ജാതകം ഇങ്ങനെ അപ്പച്ചി. വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താലും കുറ്റപ്പെടുത്തലാ മിച്ചം. ഇനിയിപ്പോ അവരന്വേഷിക്കട്ടെ. എന്ത് വന്നാലും ശരി, നമ്മൾ അവളെയും കൊണ്ട് തിരിച്ചു വരും. ചിലപ്പോൾ കരയും കാലുടിക്കൊക്കെ ചെയ്യും. മനസ്സൊന്നും അലിയണ്ട. അവളെ ചവിട്ടി കൂട്ടിയെടുത്ത് ജീപ്പിലേക്ക് ഇടണം. ശരി സാർ. അല്ല സാറേ, വർമ്മ സാറിന്റെ വീടാ. വാറണ്ടി ഇല്ലാതെ പോവാന്ന് വെച്ചാ ഈടോ, ഇയാൾ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി. സാർ, അവിടെ ചെന്ന് താളം ചവിട്ടി നിന്നാ രണ്ടിനും എന്റെ സ്വഭാവം അറിയാലോ. ചെല്ല്. സാർ, ഹലോ ജഗൻജി, ഞാൻ അങ്ങോട്ട് പോവാൻ നിൽക്കുക. അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലെത്തിക്കും. ഓക്കെ, അവളെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിളിക്കണം. അവിടെ വന്ന് എനിക്ക് അവളെ ഒന്ന് കാണണം. അതൊക്കെ ഏറ്റു. അവളുടെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് തന്നെ ഒരു പെടയങ്ങ് കൊടുക്കണം അവക്ക്. എന്നിട്ട് കോടതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിക്കും. അവനെ വെള്ളം കുടിക്കും അവളെ പുറത്തിറക്കാൻ. വീട്ടിൽ ചിലപ്പോ വർമ്മയുടെ വക്കീലന്മാരൊക്കെ ഉണ്ടാവും. അതെ, കാണട്ടെ. ഈ ജയേഷ് ആരാണെന്ന് ഇന്നവർ മനസ്സിലാക്കും. അതെ, ഈ വിലങ്ങ് വെച്ച് കൊണ്ടുപോരാൻ വല്ല വകുപ്പുണ്ടോ? വകുപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, അതൊക്കെ താനേ ഉണ്ടാവും. അവളെ വിലങ്ങ് വെച്ച് തന്നെ കൊണ്ടുവരും. പിന്നെ അമൃതയുടെ കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ വേണം. അവളെ അവിടെ തന്നെ ഉണ്ടാവണം. അതൊന്നും പേടിക്കണ്ട, അവിടെ ടൈറ്റ് സെക്യൂരിറ്റിയാ. അവളുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ആ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഞാനാണോ? അവിടെ ഒരാളെ കാണുന്നില്ല, ഒരാളുടെ വിവാഹം മുടങ്ങി. മോളെ, അമ്മേ, നീ എന്താ ആ ഫോൺ വന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണോ? അവിടെ ആരെയോ കാണാനില്ലാത്തതിന് നിന്നെ വിളിച്ച് ചോദിക്കുന്ന എന്തിനാ? ഒരു ആനന്ദ നിലയക്കാര്. ആ ഫോൺ ഞാൻ എടുക്കണമായിരുന്നു. എനിക്ക് 10 പറയാനുണ്ടായിരുന്നു. അമ്മേ, നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോയാലോ? എങ്ങോട്ടേക്ക്? എങ്ങോട്ട് പോവാനാ? അല്ല, നമ്മൾ എന്തിനാ പോകുന്നേ? പോകേണ്ടതേ ആ ആനന്ദ നിലയക്കാരാ. ആ ജഗന്നാഥ സാറ് പറഞ്ഞതാ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കി തരാന്ന്. അപ്പൊ അവൾ ഓരോ ന്യായങ്ങൾ പറഞ്ഞു. അമ്മേ, അയാളെ കുറിച്ച് ഒന്നും പറയണ്ട. അയാളൊരു ദുഷ്ടനാ. ഇനി ഈ അമൃതയെ കാണാതായതിന്റെ പിറകിലും അയാളാണോന്ന് എന്റെ സംശയം. അമ്മേ, അല്ല, എനിക്കൊരു സംശയം. ഞാൻ വെറുതെ പറഞ്ഞതാ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ആ ജഗന്നാഥനാണോന്ന്. പക്ഷേ ഒന്നാലോചിച്ചപ്പോ അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ലേന്ന് തോന്നിപ്പോന്നു. എങ്ങനെ ആയിരിക്കില്ലേന്ന്? ജഗന്നാഥ സാറാണ് ഇതിന്റെ പിന്നിലെന്നോ? അയാൾ എന്തൊക്കെയോ ലക്ഷ്യങ്ങളോടെയാ
അന്ന് നമ്മളെ കാണാൻ വന്നത്. ഞാൻ അറിയാതെ അന്ന് എന്റെ വീഡിയോ എടുത്തു. അത് വെച്ച് ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ എന്തൊക്കെയോ ഉദ്ദേശം വെച്ച അയാൾ ചെയ്തേ. ആ, അദ്ദേഹത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, നമ്മളെ സഹായിക്കണമെന്ന്. പക്ഷെ നീ അതിനൊരു അവസരം ഉണ്ടാക്കിയില്ല. എന്നിട്ടിപ്പോ ഇല്ലാത്ത ഓരോ കണ്ടുപിടുത്തങ്ങളും. അല്ല, എന്റെ മനസ്സ് പറയുന്നു അയാൾക്കിതിലെന്തോ പങ്കുണ്ട്. ഉം. ഞാൻ വിളിച്ചറിയിക്കാൻ പോവാ, ആ രീതിയിലും കൂടെ ഒന്ന് അന്വേഷിക്കാൻ. നീ ഒന്ന് ചുമ്മാതിരുന്നേ, വെറുതെ തലവേദനകൾ വലിച്ചു വെക്കല്ലേ. അയാളോട് നീ എതിർക്കാൻ നിക്കണ്ട മോളെ. അമ്മ ഇങ്ങനെ പേടിക്കാതെ. ശ്ശോ. ഹലോ, ഹലോ, ഞാൻ അശ്വതിയാ. എന്താണ്? എനിക്കൊരു സംശയം. സംശയമല്ല, ഒരു തോന്നൽ. ചിലപ്പോ വെറും തോന്നലായിരിക്കും. കാര്യം പറയോ? മോളെ, നീ എന്തിനാ ഇതൊക്കെ പറയാൻ പോയത്? എന്റെ അമ്മ ഒന്ന് പേടിക്കാതിരിക്കേ. എന്റെ ഈശ്വരാ. ഏട്ടത്തി ഇത് എവിടെ പോയിരിക്ക? ആദ്യമായിട്ടെന്നെ വിളിക്കുന്നത്. എടുക്ക്, ലൗഡ് സ്പീക്കറിലിട്. ഹലോ ഏട്ടാ, എന്തായി? അമൃതയെടുത്തി കണ്ടോ? ഇല്ല, കണ്ടില്ല. നിങ്ങൾ ഏത് ഭാഗത്താ ഉള്ളത്? ഏട്ടാ, ഞങ്ങള് ഹൈവേ ഭാഗത്താ. ആ, നീ KMR അടുത്തേക്ക് വാ. ഞാൻ അരുണെ കൂടെ വിളിക്കാം, നമുക്കൊന്ന് കാണാം അവിടെ വെച്ച്. എന്താട്ടാ, എന്തേലും സൂചനകൾ കിട്ടിയോ? അങ്ങനെ സൂചനയായിട്ടൊന്നും ഇല്ലടാ. നിങ്ങൾ അങ്ങോട്ട് വാ, ഞാനൊരു 5 മിനിറ്റിനാവും അവിടെ എത്താം. ആ, ശരി ഏട്ടാ. ജഗനങ്ങളെ, എന്നെ ഇവിടുന്ന് ഇനിയും പുറത്ത് വിട്ടില്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും, അത് തീർച്ചയാ. എടി മണ്ടി, നീ എന്താ വിചാരിക്കുന്നേ? ആനന്ദ നിലയംകാര് വന്ന് നിന്നെ അങ്ങ് രക്ഷിക്കുന്നാണോ? നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവടി. ആ SI ജയേഷ് ശ്യാമയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ വച്ച് നിന്നെ ഞങ്ങൾ അങ്ങ് തട്ടും. എന്നിട്ട് ആ കത്തി എടുത്ത് ശ്യാമയുടെ കയ്യിലോട്ട് അങ്ങ് കൊടുക്കും. അതോടെ എല്ലാം മംഗളം ശുഭം. നീ പെട്ടു. പ്രാർത്ഥിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ഐശ്വര്യമായിട്ട് നീ അങ്ങ് പ്രാർത്ഥിച്ചു. ഷോ കാണിക്കാതെ അടങ്ങിയിരിക്കടി. ഒരു പെണ്ണിന്റെ കല്യാണം തകർത്ത ആളല്ലേ, അതിനുള്ള ശിക്ഷയാണ് ഇതെന്നങ്ങ് കരുതിക്കോ. ശ്രദ്ധിച്ചോണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. പറഞ്ഞതൊക്കെ അറിയാവല്ലോ, എല്ലാം അതുപോലെ നടക്കണം. നടക്കും സാർ. ഓട്ടടി. അമ്മേ, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി അമ്മയുടെ ഇഷ്ടം.
ശ്യാമയെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യണം. മോളെ എന്തായി മോളെ? അവരെവിടെ? അമൃതടുത്ത് ഇതുവരെ കണ്ടില്ല അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ചിലർ ഈ വീട്ടിലുള്ളത് ദോഷമാ. ഞാൻ എന്താണേലും പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യ. പോലീസ് അന്വേഷിച്ച് എന്തെങ്കിലും ഫലം ഉണ്ടാവുമല്ലോ. ആ വാ. ഇവിടെ ആരുമില്ലേ? ആ നമസ്കാരം വസുന്ധരാമേ. ജയേഷ് അല്ലേ? ആ എന്നെ ഓർമ്മയുണ്ടല്ലേ? ഞാൻ കരുതി നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ വിരോധമായതോടെ ആന്റി എല്ലാരെയും മറന്നുപോയെന്ന്. അങ്ങനെയൊന്നും മറക്കില്ലല്ലോ ജയേഷേ. അല്ല, ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കിട്ടി. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാ വന്നത്. എന്തായാലും ജയേഷ് ആണല്ലോ അന്വേഷിക്കുന്നേ. അതിൽ വലിയ സന്തോഷമുണ്ട് മോനെ. നമ്മുടെ ആദിയുടെ ഭാര്യ അമൃതയാ കാണാത്തത്. ജയേഷ് കൃത്യമായിട്ട് എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കണം. പോലീസുകാരെയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞ് എല്ലായിടത്തും ഒക്കെ ഒന്ന് നോക്കണം ജയേഷ്. സർ, അമൃതടുത്ത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എന്താ കല്യാണ ചടങ്ങോ മറ്റോ നടക്കുകയായിരുന്നു? അഖിലിന്റെയും ഈ മോളുടെയും താലികെട്ട് ചടങ്ങ് നടക്കാനിരുന്നതാ മോനെ. ആനന്ദേട്ടനും അഖിലും ഒക്കെ അന്വേഷിച്ചു പോയിരിക്കുക. ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മോൻ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. അതിരിക്കട്ടെ, ഇതിന്റെ പുറകിൽ ആരെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും സൂചനകളോ മറ്റോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പ്രധാനമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നൊരു കത്ത് കിട്ടിയിട്ടുണ്ട്. കത്തോ? എവിടെ കാണട്ടെ? അല്ല ജയേഷേ, ഈ കത്തത്ര കാര്യമായിട്ട് എടുക്കണ്ട. അമൃത എന്തോ ഒന്ന് എഴുതി വെച്ചേ ഉള്ളൂ. വെറുതെ ഉള്ളതാണോ കാര്യമായിട്ടുള്ളതാണോ എന്ന് പോലീസ് നോക്കിക്കോളൂ. ആ കത്തിങ് തരണം. അല്ലമ്മേ, തെളിവൊക്കെ ഏൽപ്പിച്ചാലല്ലേ പോലീസിന് അങ്ങോട്ട് അന്വേഷിക്കാൻ പറ്റൂ. എന്തിനാ വെറുതെ? അത് ശരി, ഇത്രയും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടാണോ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞേ? അല്ല, ആരാ ശ്യാമ? സർ, ഞാനാ. അമൃതയെ കൊന്നോ അതോ അപകടപ്പെടുത്തി എവിടെയെങ്കിലും അടച്ചിട്ടോ? അയ്യോ മോനെ, അങ്ങനെയൊന്നും പറയല്ലേ. മിണ്ടാ നിന്നോണം അവിടെ. പ്രതിയെ രക്ഷപ്പെടുത്താൻ നോക്കിയാലേ നിങ്ങളും അകത്താ. സർ, അമ്മ പാവാ സർ. ഇവിടെ ആരും സംസാരിക്കണ്ട. പറയ്, അമൃതയെ നീ എന്ത് ചെയ്തു? മര്യാദയ്ക്ക് എല്ലാം തുറന്നു പറഞ്ഞോ, ഇല്ലെങ്കിൽ ചവിട്ടി നിന്റെ എല്ലാം നന്നായി ഞാൻ ഊരിയെടുക്കും. ജയേഷേ,
മോളെ ആവശ്യമില്ലാതെ ഭീഷണിപ്പെടുത്താൻ നിൽക്കരുത്. സർ, സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. അമൃതയെടുത്തി കാണാത്തതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആള് ഞാനാ. അമൃതയെടുത്ത് ഇങ്ങനെ ഒരു കത്ത് എന്തിനാ എഴുതിയെന്ന് പോലും എനിക്കറിയില്ല. സാർ, എനിക്കൊന്നും അറിയില്ല. അമൃതയെടുത്ത് രാവിലെ അമ്പലത്തിൽ പോയി. അവിടുന്ന് ഏതോ 2 ആൾക്കാരോടൊത്ത് എവിടേക്ക് പോയിട്ടുണ്ട്. ഓഹോ, അപ്പൊ നീ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അല്ലേ? 2 ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരുന്നു അമൃതയെ തട്ടിക്കൊണ്ടുപോവാൻ. അയ്യോ അമ്മ, സാർ അങ്ങനെയൊന്നും പറയല്ലേ. അയ്യോ, അത് കറക്റ്റാ. ഇങ്ങനെയൊന്നും അല്ല ഞാൻ നിന്നോട് പറയേണ്ടത്. നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കാര്യമായിട്ടൊന്ന് കൈകാര്യം ചെയ്യാൻ പോവാ ഞാൻ.